മുംബൈ കോർപ്പറേഷൻ ഇതാ ഞങ്ങളുടെ പോക്കറ്റിലായി കഴിഞ്ഞു. ഇനി രാജ്യത്തെ ഏറ്റവും വലിയ പട്ടണം ഞങ്ങൾ ഭരിക്കും. മഹാരാഷ്ട്രയിലെ മുംബൈ കോർപ്പറേഷൻ പിടിച്ചുവെന്ന് അവകാശപ്പെട്ട് BJP പറഞ്ഞ വാക്കുകളാണിത്. എന്നാൽ പൂർണ്ണമായും ഫലം വന്നപ്പോൾ BJP ഞെട്ടിയെന്ന് പറഞ്ഞാൽ മതി. വെറും 4 സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ BJP, ഷിൻഡെ, ശിവസേന പാർട്ടികൾ മുന്നിൽ നിൽക്കുന്നത്. BJP തരംഗം എന്ന് മുൻവിധി എഴുതിയ മാധ്യമങ്ങൾക്ക് അവരുടെ വാർത്ത തിരുത്തി കുറിക്കേണ്ടി വന്നിരിക്കുകയാണ്. 3 പതിറ്റാണ്ട് കാലം താക്കറെ കുടുംബം അടക്കി വാണിരുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ കോർപ്പറേഷനായ BMC ഭരണത്തിൽ ഈ വൻ അട്ടിമറി തന്നെ നടക്കുമെന്ന് ഉറപ്പിക്കാം. അധികാരം താൽക്കാലികമായി BJP തന്നെ പിടിച്ചു എന്നത് സത്യമാണ്. കേവലം 4 സീറ്റുകളുടെ മാത്രം ഭൂരിപക്ഷത്തിൽ ഭരണമുറപ്പിച്ച BJP, ഷിൻഡെ സഖ്യം തങ്ങളുടെ ടിക്കറ്റിൽ മത്സരിപ്പിച്ച മെമ്പർമാരെ ഹോട്ടലിൽ തടങ്കലിലാക്കിയിരിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ BJPക്ക് ലഭിച്ചത് 89 സീറ്റുകളാണ്. കൂടെയുള്ള ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന 29 സീറ്റുകളും നേടി. ആകെയുള്ള 227 സീറ്റുകളിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ വേണ്ടത് 114 സീറ്റുകൾ. BJP സഖ്യത്തിന് നിലവിലുള്ളത് 118 സീറ്റുകൾ മാത്രം. അതായത് മാന്ത്രിക സംഖ്യയേക്കാൾ വെറും 4 സീറ്റുകളുടെ മാത്രം വ്യത്യാസം. ഇതോടെയാണ് BJP മെമ്പർമാരെ ഹോട്ടലുകളിലേക്ക് മാറ്റി Z കാറ്റഗറി സെക്യൂരിറ്റിയും ഏർപ്പെടുത്തിയത്. ഈ 4 സീറ്റുകൾ എപ്പോൾ വേണമെങ്കിലും മറിയാം എന്ന ഭയമാണ് ഇപ്പോൾ ഭരണപക്ഷത്തെ വേട്ടയാടുന്നത്. ഉദ്ധവ് താക്കറെയുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ തങ്ങളുടെ കോർപ്പറേറ്റർമാർ വീണു പോകുമോ എന്ന പേടിയിൽ വിജയിച്ച നവാഗതരായ അംഗങ്ങളെ ഉടൻ തന്നെ ബാന്ദ്രയിലെ ആഡംബര ഹോട്ടലുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പുറം ലോകവുമായി ബന്ധമില്ലാതെ സ്വന്തം പാർട്ടി നേതാക്കളുടെ നിരീക്ഷണത്തിലാണ് ഈ ജനപ്രതിനിധികൾ ഇപ്പോൾ കഴിയുന്നത്. സീറ്റുകൾ നഷ്ടപ്പെട്ടെങ്കിലും പോരാട്ട വീര്യം ഒട്ടും ചോർന്നിട്ടില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു ഉദ്ധവ് താക്കറെയുടെ പ്രതികരണം. മുംബൈയിൽ ഉദ്ധവ് ബാലാസാഹിബ് താക്കറെ ശിവസേനയുടെ മേയർ വരും എന്നത് തന്റെ സ്വപ്നമാണ്. അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം അണികളോട് ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. ഇത് വെറും ഒരു പ്രസ്താവനയല്ല, മറിച്ച് BJPക്കുള്ള ശക്തമായ താക്കീതാണ്. അധികാരവും പണവും ഉപയോഗിച്ച് BJP പിടിച്ചെടുത്ത വിജയം നിലനിർത്താൻ അവർക്ക് കഴിയില്ലെന്ന് താക്കറെ പക്ഷം വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് BJP ഇത്രയേറെ ഭയക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം ലളിതമാണ്. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അട്ടിമറികൾ പുത്തരിയല്ല. ഭരണം തിരിച്ചുപിടിക്കാൻ ഉദ്ധവ് താക്കറെ പക്ഷം ഓപ്പറേഷൻ താക്കറെ പുറത്തെടുക്കുമോ എന്ന ഭയത്തിലാണ് ഏക്നാഥ് ഷിൻഡെയും BJPയും നിൽക്കുന്നത്. കേവലം 4 സീറ്റുകൾ മാറിയാൽ മുംബൈയിലെ ഭരണം കീഴ്മേൽ മറിയുമെന്നത് തന്നെ കാരണം. അതുകൊണ്ടാണ് വിജയാഘോഷങ്ങൾക്കിടയിലും കോർപ്പറേറ്റർമാരെ പൂട്ടിയിടേണ്ടി വരുന്നത്. സത്യത്തിൽ മഹാരാഷ്ട്രയിൽ തങ്ങൾ സംസ്ഥാന അധികാരം പിടിക്കാൻ നടത്തിയ കുതിരക്കച്ചവടം താക്കറെയുടെ ഭാഗത്തുനിന്നുണ്ടാവുമോ എന്ന ഭയം അവരുടെ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ കോർപ്പറേഷൻ, ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ബജറ്റ്, ഇതൊക്കെയാണ് BMCയെ രാഷ്ട്രീയ പാർട്ടികളുടെ കണ്ണിലുണ്ണിയാക്കുന്നത്. RSS ആസ്ഥാനമായ നാഗ്പൂരിൽ പോലും മുസ്ലിം ലീഗ് ജയിച്ചു കയറുന്ന സാഹചര്യം BJPക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. ഈ സാഹചര്യത്തിൽ മുംബൈയിൽ അധികാരം എന്ത് വില കൊടുത്തും നിലനിർത്തേണ്ടത് BJPയുടെ അഭിമാന പ്രശ്നമായി മാറുകയാണ്. എന്നാൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികളെ വോട്ടെണ്ണൽ കഴിഞ്ഞുടൻ ഹോട്ടലുകളിലേക്ക് മാറ്റുന്നത് ജനാധിപത്യത്തിന് ചേർന്നതാണോ എന്ന ചോദ്യം ശക്തമായി ഉയരുന്നുണ്ട്. സ്വന്തം ചിഹ്നത്തിൽ വിജയിച്ച മെമ്പർമാരെ അത്ര വിശ്വാസമില്ലാത്ത പാർട്ടിയായി BJP മാറിയോ എന്നും ചോദ്യമുയരുന്നു. അഴിമതിയും വഞ്ചനയും നടത്തിയാണ് BJP ജയിച്ചതെന്ന ഉദ്ധവ് താക്കറെയുടെ ആരോപണത്തിന് ഈ ഹോട്ടൽ രാഷ്ട്രീയം കൂടുതൽ ബലം നൽകുകയാണ്. ചുരുക്കി പറഞ്ഞാൽ മുംബൈ കോർപ്പറേഷനിൽ ചിത്രം തെളിഞ്ഞു എന്ന് തോന്നുമ്പോഴും കളി തീർന്നിട്ടില്ലെന്നാണ് അണിയറ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ മുംബൈയിൽ കൂടുതൽ രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറുമെന്ന് ഉറപ്പാണ്. താക്കറെയുടെ സ്വപ്നം പൂവണിയുമോ അതോ BJP തങ്ങളുടെ 4 സീറ്റുകളിൽ മുംബൈയിൽ സാമ്രാജ്യം കെട്ടിപ്പൊക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും.